EQ ടിക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ മെഡിക്കൽ EQ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സെക്കൻഡ് പാർട്ടിൽ അഡ്മിൻ EQ ആൻഡ് ഫ്ലൈറ്റ് EQ എങ്ങനെയാണെന്ന് കാണിക്കാം. മെഡിക്കൽ EQ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി നേരെ IRCTC ആപ്പ് ഓപ്പൺ ചെയ്യുക. മെനു ബാറിൽ EQ ബുക്കിംഗ് എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായി വരുന്ന ഇൻ്റർഫേസിൽ റിക്വസ്റ്റ് ന്യൂ EQ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. മെഡിക്കൽ EQ, ഫ്ലൈറ്റ് EQ, അഡ്മിൻ EQ. അതിൽ നിന്നും മെഡിക്കൽ EQ സെലക്ട് ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് റീസൺ ഫോർ എമർജൻസി എന്ന് കാണുന്ന ഭാഗത്ത് 500 വാക്കിൽ കവിയാതെ നിങ്ങളുടെ റീസൺ ടൈപ്പ് ചെയ്യുകയോ വേറെ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്താലും മതി. അതിനുശേഷം അതിന് തൊട്ട് താഴെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള മെഡിക്കൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത ശേഷം ഫ്രം എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ കയറുന്ന പോർട്ടും ടു എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങുന്ന പോർട്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലാസ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടിക്കറ്റാണോ ആവശ്യം അത് സെലക്ട് ചെയ്യുക. ഇതിൽ HSC ജനറൽ എന്ന് കാണിക്കുന്നത് വെസൽ ടിക്കറ്റാണ്. അതിനുശേഷം ജേർണി ഡേറ്റ് എന്ന് കാണുന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ റിലീസ് കഴിഞ്ഞ വോയേജ് ഡേറ്റ് പച്ച നിറത്തിൽ കാണിക്കും. ചില സമയത്ത് നെറ്റ്വർക്കിൻ്റെ അപര്യാപ്തത കാരണം കാണിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണുമ്പോൾ പലർക്കും ചെയ്തതിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. EQ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ EQ ID ജനറേറ്റ് ചെയ്ത സെയിം അക്കൗണ്ടിൽ നിന്ന് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് നേരെ വോയേജ് സെലക്ഷൻ എടുക്കുക. അവിടെ ഒരിക്കൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോയേജ് ഡേറ്റ്, കപ്പലിൻ്റെ പേരൊക്കെ കാണിക്കും. ഇനി ഒരു പ്രാവശ്യം കൂടി ടച്ച് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് വോയേജ് സെലക്ഷൻ പൂർത്തിയാവുന്നത്. അതിനുശേഷം കണ്ടിന്യൂ ഒന്നും കൊടുക്കേണ്ട. ട്രാവലിംഗ് പാസഞ്ചേഴ്സ് എടുത്ത് ആർക്കാണോ മെഡിക്കൽ EQ ആവശ്യം അവരുടെ പേര് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. അതിനു താഴെ റിക്വസ്റ്റ് EQ ID എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ മെഡിക്കൽ EQ റിക്വസ്റ്റ് സബ്മിറ്റ് ആവും. ശേഷം ഗോ ഹോം സെലക്ട് ചെയ്ത് വീണ്ടും മെനു ബാർ എടുത്ത് EQ ബുക്കിംഗ് സെലക്ട് ചെയ്ത് വ്യൂ ആൾ EQ റിക്വസ്റ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത EQ റിക്വസ്റ്റ് കാണാൻ സാധിക്കും. ഇത്രയും ചെയ്യുന്നതോടെ നിങ്ങളുടെ മെഡിക്കൽ EQ റിക്വസ്റ്റ് പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ പൂർത്തിയായിട്ടില്ല. അടുത്തതായി നേരെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് കമ്പോസ് സെലക്ട് ചെയ്ത് ഫ്രം എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ടാവും. ടു എന്ന് കാണുന്ന സ്ഥലത്ത് ഈ കാണുന്ന DHS General 2019@gmail.com എന്ന ഇമെയിൽ ID അടിച്ചു കൊടുത്ത് മുകളിൽ കാണുന്ന ഈ അറ്റാച്ച് ഐക്കൺ സെലക്ട് ചെയ്ത് അതിലെ ഫയൽസ് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ IRCTCയിൽ EQ ചെയ്തപ്പോൾ അറ്റാച്ച് ചെയ്ത അതേ മെഡിക്കൽ ഡോക്യുമെൻ്റ് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ അറ്റാച്ച് ആവും. എന്നിട്ട് സബ്ജക്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് മെഡിക്കൽ EQ റിക്വസ്റ്റ് റിഗാർഡിംഗ് എന്ന് കൊടുത്ത ശേഷം സെൻഡ് ചെയ്യുക. ഇതോടെ നിങ്ങളുടെ മെഡിക്കൽ EQ റിക്വസ്റ്റ് പൂർത്തിയാവും. ഇനി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ വെരിഫിക്കേഷനും അപ്രൂവലും ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്